വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെ നാട്ടിലെത്താൻ ടിക്കറ്റിനായി നെട്ടോട്ടത്തിലാണ് മറുനാടൻ മലയാളികൾ. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരുവിലേക്ക് ട്രെയിനിലൊന്നും ഏപ്രിൽ ആദ്യവാരം വരെ രാത്രികാല യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. വേനലവധിയും ചെറിയ പെരുന്നാളും വിഷുവും ഒന്നിച്ചെത്തിയതോടെയാണ് ട്രെയിനുകളിൽ റിസർവേഷൻ ടിക്കറ്റ് കിട്ടാക്കനിയായത്. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ടിക്കറ്റിനായി റെയിൽവേയെ സമീപിക്കുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് 100-ന് മുകളിലാണ്. കേരളത്തിലെ സ്ഥിതിയും മറിച്ചല്ല. തിരുവനന്തപുരത്ത് നിന്ന് മാംഗ്ലൂരുവിലേക്ക് ട്രെയിനിലൊന്നും ഏപ്രിൽ ആദ്യവാരം വരെ രാത്രികാല യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. ടിക്കറ്റ് ബുക്കിംഗ് പോലും സാധ്യമല്ലാത്ത വിധം റിഗ്രറ്റ് എന്നാണ് കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോകുന്ന ഏറനാട്, പരശുറാം എക്സ്പ്രസുകളിൽ മാർച്ച് അവസാന വാരം വരെ ടിക്കറ്റ് ഫുള്ളായി കഴിഞ്ഞു. ഇതോടെ എങ്ങനെ നാട് പിടിക്കുമെന്ന ആശങ്കയിലാണ് മലബാറിലുള്ളവർ. ഓൺലൈനായി തത്കാൽ ടിക്കറ്റിന് ശ്രമിച്ചാൽ കിട്ടുമെന്ന യാതൊരു ഉറപ്പുമില്ല. തത്കാൽ ബുക്കിംഗ് ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കകമാണ് ടിക്കറ്റുകൾ തീരുന്നത്. ബുക്കിംഗ് ആരംഭിച്ചതിനു പിന്നാലെ IRCTC വെബ്സൈറ്റ് ഹാങ് ആകുന്നതും പതിവാണ്. റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പുലർച്ചെ 4-നോ 5-നോ എത്തിയാലും രക്ഷയില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. KSRTC ദീർഘദൂര ബസ്സുകളിലെ സ്ഥിതിയും ഇതുതന്നെയാണ്. മിക്ക ബസ്സുകളിലും ബുക്കിംഗ് പൂർണ്ണമായി. ട്രെയിൻ, KSRTC ടിക്കറ്റുകളേക്കാൾ താരതമ്യേന ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത്. എന്നിട്ടും ടിക്കറ്റുകൾ അതിവേഗം വിറ്റുപോകുന്നു. സ്വകാര്യ ബസ്സിലെ ടിക്കറ്റ് നിരക്കുകൾ സീസൺ അനുസരിച്ച് തോന്നും പോലെയാണെന്ന ആക്ഷേപമുണ്ട്. വിഷു, ഈസ്റ്റർ സമയത്തെ തിരക്ക് പരിഗണിച്ച് നിലവിലെ ബസ്സുകളിലെ ബുക്കിംഗ് പൂർത്തിയായാൽ KSRTC തിരുവനന്തപുരം, ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് കോഴിക്കോട് KSRTC അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.